നിങ്ങളിപ്പോൾ നിൽക്കുന്നത് മായാവനത്തിലാണ്. മായാവനത്തിന് അതിൻ്റെതായ രഹസ്യങ്ങളുണ്ട്, അതിൻ്റെതായ ശാസ്ത്രവുമുണ്ട്. ഓരോ ചുവടിലും പതിയിരിക്കുന്ന അപകടങ്ങളുമുണ്ട്. നിങ്ങളുടെ അമിതമായ ഭീതിയോ അമിതമായ വെപ്രാളമോ ഇല്ലാതാക്കുന്നത് നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ വലിയ ലക്ഷ്യത്തെ ആയിരിക്കും. ശബ്ദം ഉണ്ടാക്കാതെ രക്ഷപ്പെടാം. തിരുമേനി പറഞ്ഞത് ഓർക്കുന്നില്ലേ? മായാവനത്തിനുള്ളിൽ ഒരു കാരണവശാലും പിറകോട്ട് ചുവടുകൾ വെക്കരുത്. ഇടതുവശത്തേക്കോ അല്ലെങ്കിൽ വലതുവശത്തേക്കോ മാത്രമേ പോകാം. മനസ്സിലായോ? മനസ്സിലായി. നിങ്ങൾക്ക് മുന്നിൽ കാണുന്നവയെല്ലാം മായാസമ്പന്നമായ കാഴ്ചകളായിരിക്കും. മനുഷ്യരെ പോലെ ചിന്തിക്കുന്ന മൃഗങ്ങളും മൃഗങ്ങളെ പോലെ ചിന്തിക്കുന്ന മനുഷ്യരും. മായാവനത്തിന്റെ ഓരോ കോണുകളും ഓരോ കാവലാളുകളാൽ സംരക്ഷിക്കപ്പെട്ടതാണ്. അതിലാദ്യം നിങ്ങൾ നേരിടേണ്ടി വരിക അവനെയാണ്. മായാവനത്തിന്റെ പ്രവേശന കവാട സംരക്ഷണം അവനിലാണ്. മായാവനത്തിന്റെ നീലൻ. മായാവനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി നീലനെ മറികടന്ന് ഉള്ളിലെത്തുക എന്നുള്ളത് തന്നെയാണ്. ഭക്ഷണപ്രിയനായ അവന്റെ ശ്രദ്ധയിൽപ്പെടാതെ ഉള്ളിലെത്താൻ കഴിഞ്ഞാൽ ഒരു പ്രധാന കടമ്പ നിങ്ങൾ മറികടന്നു എന്ന് തന്നെ കരുതാം. നീലന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ പതിഞ്ഞാൽ ഒന്നോർക്കുക, നിഗ്രഹിക്കാനുള്ള അധികാരം നീലനില്ല. അതിനിവിടെ വേറെ ചിലരുണ്ട്. നീലൻ നിങ്ങളെ നിയന്ത്രിക്കുവാൻ തുടങ്ങിയാൽ അവൻ നിങ്ങളെ എത്തിക്കുക അവന്റെ അടുത്ത കാവലാൾക്ക് മുന്നിലാണ്. ഈ നാടും കാടും നാട്ടാരും
എല്ലാവരും ഭയക്കുന്ന ആ കാവലാളാണ് ദേവയാനി, രക്തയക്ഷി ദേവയാനി. അതുകൊണ്ട് മാത്രം കേൾക്കുന്നു. ആരാണ് നിങ്ങൾ? എന്തിനാണ് എന്റെ മായാവരത്തിൽ കാലുകുത്തിയത്? ഭയന്നോ? രക്തയക്ഷി എന്നത് ഇന്നാട്ടുകാർ ചാർത്തി കൊടുത്ത ഒരു അലങ്കാരമാണ്. അവർ കാവലാളാണ്, സംരക്ഷണമാണ്, അതീന്ദ്രിയ ശക്തികളാണ്. മലമുകളിൽ തടവിലാക്കപ്പെട്ടവൾക്ക് മോചനം ലഭിക്കണമെങ്കിൽ മായാവനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ശക്തിയിൽ നിന്ന് പൊരുളും രഹസ്യവും അറിയണം. അതിന്റെ പഴുതും കിട്ടണം. വൈശാഖ, നീ അവളോട് എന്താണ് പറഞ്ഞേ? തെലുങ്കോ? ഞങ്ങൾ വന്നത് നിന്നെ ചതിക്കുവാനോ ഇവിടുത്തെ നിധിയെടുക്കുവാനോ ഒന്നുമല്ല. നാടിന്റെ കാവലാളായവളെ മോചിപ്പിക്കാൻ മായാരൂപം പറഞ്ഞയച്ചതാണ് ഞങ്ങളെ. ഞാൻ വൈശാഖൻ, ഇത് ജയേഷ്, എന്റെ ചിറ്റയുടെ മോൻ. ഒരമ്മ പറ്റില്ലെങ്കിലും ഒരു ചോര. മായാവനം താണ്ടി കതിരജന്മല കയറുവാൻ പഞ്ചമി നാളിൽ ജനിച്ചു എന്നൊരു പൊരുൾ കൂടിയുണ്ട് ഞങ്ങൾക്ക്. നാടും നാട്ടാരും ചൊന്നത് കേട്ട് ഇവിടെ വരെ എത്തി. എന്റെ കയ്യിൽ നീലന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ ഇനി ഓരോ ചുവടുകളും ചതിക്കുഴികളാണ്. അത് താണ്ടി മല കയറാൻ നിങ്ങൾക്കാവുമെന്നോ? വഴി ചൊല്ലിത്തന്നത് നാടും നാട്ടാരുമല്ല, എന്റെ പെറ്റമ്മയും നിന്റെ ചോര മായാരൂപനുമാണ് ദേവയാനി. മായാവനത്തിൽ നിന്നെ കാത്ത് ദേവയാനിയുണ്ട്. ചെന്ന് പഴുതും നേരും മറിഞ്ഞ് കതിരേറ്റൻ മല കയറ്. മായാരൂപൻ എന്റെ ചോരയാണെന്ന് ആര് ചൊന്നു? പൈതൃക സ്വത്തായി ശാപം മാത്രം പേര് നടന്നവന് സ്വന്തം ചോരയെ തിരിച്ചറിയാനാവും. നമ്മൾ ഒരു ചോരയാണ് ദേവയാനി. അന്ന് നാടിന്റെ ചതിയാൽ കുറ്റമാരോപിക്കപ്പെട്ടപ്പോൾ അതിന്റെ ശാപം പേറിയത് നീയും സൈതമൻ. മന്ത്രതന്ത്രവിദ്വാൻമാർ വാനോളം പുകഴ്ത്തുന്ന മായാനാടായ കൈലാസഗിരിയുടെ വരും ദശാബ്ദക്കാലത്തേക്കുള്ള അധികാരി വിഭാഗത്തെ തിരഞ്ഞെടുക്കുവാനുള്ള അവസാന മത്സരമിതാ ആരംഭിക്കുന്നു. അതീന്ദ്രിയ ജ്ഞാനവും ശാരീരിക ക്ഷമതയും മാന്ത്രിക താന്ത്രിക വിദ്യകളാൽ ഇന്നാടിനെ ഞെട്ടിക്കുകയും ചെയ്ത കേമരിൽ കേമന്മാരായ 4 പേരാണ് അവസാനവട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സൈതവൻ മുന്നേറുകയാണ്.
ദേവയാനി, തെക്ക് ദിക്കിൽ നിന്നും 1000 പേർ ഈ അമൂല്യ വസ്തു തേടി പുറപ്പെട്ടിട്ടുണ്ട്. ഇത് നിന്റെ തൊഴി കൈതയുടെ കൈകളിലെത്തണം. എന്റെ ഗുരുവാരങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇനിയുമുണ്ട് എനിക്ക് തീർക്കുവാൻ. വരുന്നത് ഘോരകാന്തിക സംഭവമാണ്. വരട്ടെ. നീ എങ്ങോട്ടാണ് പോകുന്നത്? സൈതമ്മ, ശ്രീ സൈതമാ शिवसेन का तीज्वालया नी पो गयो. പിന്നീട് ഞാൻ എൻ്റെ ഉടപ്പിറന്നവനെ കണ്ടിട്ടില്ല. മുന്നോട്ടുള്ള യാത്രയുടെ ദൈർഘ്യം കുറയുകയാണ്. പക്ഷേ അപകടം കൂടുകയും ചെയ്യും. ഏതു സമയത്തും പേരൂപങ്ങളാൽ നിങ്ങൾ ആക്രമിക്കപ്പെടാം. നിങ്ങളിൽ ഒരാളുടെ മരണം വരെ സംഭവിക്കാം. അല്ലെങ്കിൽ മൃതതുല്യനായി ശിഷ്ടകാലം കഴിയുന്ന അവസ്ഥയിലും ആവാം. തിരികെ നടന്നാൽ 4 നാഴിക കൊണ്ട് സുരക്ഷിത സ്ഥാനത്തെത്താൻ കഴിയും. ചെങ്ങാതം കൂടെയുള്ള പോക്ക് എവിടേക്കാണെന്ന് അറിയുമോ? എവിടേക്കാണെങ്കിലും വൈശാഖം പറയുന്ന പോലെ. വിശ്വാസം നല്ലതാണ്, പക്ഷേ അതൊരിക്കലും എനിക്ക് പിണഞ്ഞതുപോലെ ആകരുത്. ഏതാ വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മുന്നോട്ടുള്ള വഴി ചൊല്ല്. ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ചതിക്കുഴികളാണ് മുന്നിൽ. മായരൂപൻ ചൊന്ന നേരും പൊരുളും ഈ യാത്രയുടെ അവസാന പന്തിയിൽ നിങ്ങൾക്ക് വന്നു ചേരും. എന്റെ കാവലുള്ള അതിർത്തി വരെ നീലൻ നിങ്ങളെ നയിക്കും. അതിനുശേഷം ഓരോ ചൂടും സൂക്ഷിച്ച്. കാലങ്ങളായി ചാപത്ത് മുങ്ങിക്കിടക്കുന്ന ഒരു നാട്, പരസ്പരം പഴിയാരി ജീവിക്കുന്ന കുറെ മനുഷ്യര്, സിനിമയിൽ പോലും കാണാത്ത കുറെ സംഭവങ്ങളും. തിരിച്ച് വീടെത്തിയാ എത്തി, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് പോയി. ഭൂതം, യക്ഷി, മാടൻ, ഞാൻ വല്ല സ്വപ്നത്തിലാണോ വൈശാഖ? ജയേഷേ, കഥ തുടങ്ങി ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമുക്കിടയിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നിനക്കറിയോ? അവിശ്വാസിയായിരുന്ന ഞാൻ വിശ്വാസിയായി മാറി. വിശ്വാസിയായിരുന്ന നീ ഇപ്പോൾ ഏതോ ഒരു മായ ചിന്തയിൽ. നീ നടക്ക്. കാര്യം നീ എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ലെങ്കിലും കാര്യമുള്ളത് എന്തോ ഉദ്ദേശിച്ച് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. അല്ലേലും നീ എന്ത് വിശ്വസിച്ചാടാ വിളിക്കുമ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നേ? അതും രാത്രിയിൽ മുള്ളാനായിട്ട് ജനൽ പോലും തുറക്കാൻ പേടിക്കുന്ന നീ. വിശ്വാസം അതിലടെ എല്ലാം. അച്ഛനന്ന് മൈസൂര. എന്നെ പ്രസവിച്ച് 3-ാം മാസം അമ്മ അച്ഛന് കൂട്ടിന് പോയി. എന്നെ നിന്നെ നോക്കാൻ ഓപ്പോഴുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ 3-ാം മാസം മുതൽ കുടിച്ച മുലപ്പാല് തൊട്ട് ഒട്ടുമിക്ക എല്ലാം ഒരുമിച്ച് തന്നെ. അല്ലടാ, നീ ഓർക്കുന്നുണ്ടോ? പിച്ച് വെച്ച് നടന്നു തുടങ്ങിയപ്പോൾ ഒരു ദിവസം നമ്മളെ 2 ആളെയും അങ്ങേപ്പുരയിലാക്കിയിട്ട് പോപ്പോൾ എവിടെയൊക്കെ പോയി. മുത്തശ്ശി അന്ന് സപ്താഹത്തിനോ അമ്പലത്തിലോ അങ്ങനെ എന്തോ പോയതാ. ചടപടയെന്ന് പിച്ച് വെച്ച് നടന്ന് നീരൊറ്റ വീഴ്ച, പൊത്തക്കോന്ന് ഒറ്റ അലർച്ചയാ. അടുത്ത് നിന്ന് ഞാൻ പേടിച്ചു പോയി. ഇതെന്നാ സംഭവം എന്നറിയില്ലല്ലോ. മുന്നിൽ കണ്ടത് നിന്റെ ആ കുഞ്ഞു കയ്യാ. എൻ്റെ നേരെ നീണ്ടു നിൽക്കുന്ന ആ കൊച്ചു കയ്യിൽ അന്ന് ആ ബോധമില്ലാത്ത കാലം ഞാനൊരു പിടി പിടിച്ചു.
എടാ കൈ പിന്നെ കൊല്ല എത്രയായി വയസ്സാകാ നിന്റെ വാക്ക് കേട്ട് കാലത്തുള്ളിൽ ഇറങ്ങാൻ പറഞ്ഞു. അവസാനം +2 നിനക്ക് മാർക്ക് കുറഞ്ഞത് എൻ്റെ കുറ്റം കൊണ്ടാന്ന് പറഞ്ഞ് നിന്റെ അച്ഛനത് തുള്ളൊക്കെ ഓർക്കണുണ്ടോ? വെള്ളിച്ചപ്പാട് തുള്ളിട്ടുണ്ടാവില്ല അതുപോലെ. എന്നിട്ടൊരു പറച്ചിലും എൻ്റെ ചെറുക്കനെ വഷളാക്കുന്ന നീ ഒറ്റ ഒരുത്തിനാ വൈശാഖാന്ന്. അങ്ങനെ ഓർത്തിരിക്കണത് അന്ന് നിന്നെ കോളേജ് ചേർക്കാൻ പറ്റാണ്ട് പോയത് ഞാൻ മനഃപൂർവ്വം ചെയ്ത് എന്തോന്നാ. പക്ഷേ അത് നിനക്ക് മാർക്ക് കുറവായിട്ടാണ് എന്നൊക്കെ അങ്ങനെ അറിയാൻ മേലാത്തതൊന്നുമല്ലോ. ആ അതിൻ്റെ സത്യാവസ്ഥ എന്തായാലും നീ ഇന്നേ വരെ ആരും പറഞ്ഞിട്ടുമില്ല. അതൊക്കെ എൻ്റെ തലയിലാവുകയും ചെയ്തു. അതിപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ. ജയേഷേ എടാ ജയേഷേ വൈശാഖ 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 എവിടെയാണെന്ന് പറയണ? ഇവിടെ ഇവിടെ വൈശാഖ എടാ ഇവിടെ വൈശാഖ ഇങ്ങോട്ട് നോക്ക് വൈശാഖ ഇങ്ങോട്ട് വാ വൈശാഖ വാടാ വൈശാഖ. ഏത് സമയത്തും പേരൂപങ്ങളാൽ നിങ്ങൾ ആക്രമിക്കപ്പെടാം. നിങ്ങളിൽ ഒരാളുടെ മരണം വരെ സംഭവിക്കാം. എന്താടാ എടാ ഇവിടെ ആരോ ഉണ്ട്. ആര്? എടാ ഇവിടെ ആരും ഇല്ലടാ. നീ എവിടെ വീണതാടാ? ഇല്ല വൈശാഖ ഇവിടെ ആരോ ഉണ്ട്. ഇവിടെ ആരോ ഉണ്ടടാ. അത് ഞാനും പറഞ്ഞത്. വിതറണ എരിയണ കൊല്ല വിളിയങ്ങ് മുഴങ്ങി കേൾക്കണ മണ്ണക്കണ തിളക്കണ കാട്ടുമരം തീ പിടിക്കണ.
പേടിക്കണ്ട, നമ്മൾ ഇതും മറികടക്കും. കാണിച്ചു കൊടുക്കടാ. ഒഴിഞ്ഞു വലത്തു മാറി തടയിട്ട് അടി വച്ച് ഭൂലോകം വന്ദിച്ചിട്ട് അടി 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 കണ്ണു കട്ടി അടി വന്നാൽ കണ്ണൊഴിഞ്ഞ് തടയിട്ട് കണ്ണു പൂട്ടി അടിച്ചിട്ട് അടി 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 കണ്ണു കട്ടി അടി വന്നാൽ കണ്ണൊഴിഞ്ഞ് തടയിട്ട് കണ്ണു പൂട്ടി അടിച്ചിട്ട് അടി 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 ബലിദാനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഭയക്കണ്ട, ഇന്നാട്ടിലെ തേരോട്ടവും ചാമുണ്ടിയും ഒക്കെ 2 നാളിൽ അവസാനിക്കും. അതിനുശേഷം ഞാൻ പറയുന്നതേ നടക്കും. പിന്നെ ഇന്നിവിടെ കാവലുള്ള രക്ഷസുകളൊക്കെ കഥകളാകും, പഴങ്കഥകൾ. മായാവനത്തിന്റെ നിയമത്തിന് എതിരായി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ നിങ്ങളിൽ ഒരാളുടെ മരണം പോലും സംഭവിക്കാം. ഒരിക്കലും നിലത്ത് വീണ വസ്തുക്കൾ എടുക്കാൻ പാടില്ല.